പ്രിയ ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വലിയ നോയമ്പിലെ 36-ാം ഞായറാഴ്ച പ്രധാനമായും നാം ചർച്ച ചെയ്യുന്നത് ജന്മന അന്ധനായ ഒരു മനുഷ്യനെ നമ്മുടെ കർത്താവ് മണ്ണ് കുഴിച്ച് സുഖപ്പെടുത്തുന്ന സംഭവമാണ്. വലിയ നോയമ്പിലെ എല്ലാ ആഴ്ചകളും സമൂലമായ സമഗ്രമായ പരിവർത്തനത്തിന് വിധേയമാകുന്ന സംഭവങ്ങളാണ് ചർച്ചാ വിഷയം. കാനാവിലെ കല്യാണം മുതൽ കുരിശിലെ പരമയാഗം വരെയുള്ള ആ യാത്രയിൽ പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് ഈ അന്ധനെ സൗഖ്യമാക്കുന്ന സംഭവം നാം അനുസ്മരിക്കുന്നത്. അതിനുശേഷം യെരുശലേമിലേക്കുള്ള കരയേറ്റവും കുരിശിലെ പരമയാഗവും ആയി അവസാനിക്കുകയാണ്. ഈ സംഭവങ്ങളിലെല്ലാം തന്നെ നമ്മുടെ കർത്താവ് രക്ഷാകരമായ അനുഭവത്തിലൂടെ മനുഷ്യനെ എങ്ങനെ പൂർണ്ണമായി പരിവർത്തനം ചെയ്യുന്നു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യ സൃഷ്ടിയിൽ മണ്ണുകൊണ്ട് കുഴച്ച മനുഷ്യനെ സൃഷ്ടിച്ച് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവൻ്റെ സ്വരൂപം നഷ്ടപ്പെടുത്തിയപ്പോൾ അവനെ വീണ്ടും ആദ്യ സൃഷ്ടിയിലെ പോലെ തന്നെ മണ്ണ് തേച്ച് ഒരു പുതിയ സൃഷ്ടിയായി പ്രകാശമുള്ളവനായി യെരുശലേമിലേക്ക് കരയേറുമ്പോൾ അവനെ അനുധാവനം ചെയ്യുവാൻ തക്കവണ്ണം അവനെ രൂപപ്പെടുത്തുന്ന സംഭവമാണ്. കണ്ണ് തെളിയുമ്പോൾ ചിന്തകളും പ്രവർത്തനങ്ങളും തെളിവായി കാണും. അതുകൊണ്ട് ഈ നോയമ്പിലെ പരമമായ ലക്ഷ്യം നമ്മുടെ ആന്തരിക കണ്ണുകൾ തെളിയുക എന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ പ്രകാശമുള്ളവരായി അടുത്തു വരുവാൻ ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ഈ ദിവസത്തിൽ പരിശുദ്ധ സഭയുടെ കാതോലിക്ക ദിനം കൂടിയാണ് ആഘോഷിക്കുന്നത്. അത് കൂടുതൽ ഉത്തരവാദിത്വം നമ്മെ പരമേൽപ്പിക്കുന്നു. മലങ്കര സഭയുടെ സ്വാതന്ത്ര്യവും സത്വബോധവും ഉറപ്പിക്കുന്ന ഒരു വലിയ സ്ഥാനമാണ് കാതോലിക്ക സ്ഥാപനം. അതിൻ്റെ വിവിധ രൂപങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമാണെങ്കിലും പരിപൂർണ സ്വാതന്ത്ര്യമുള്ള പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ ശ്ലൈഹിക പിന്തുടർച്ചയുള്ള ഈ കാതോലിക്ക സിംഹാസനത്തിൻ്റെ നിലനിൽപ്പ് സഭയുടെ ഉയർച്ചയും സഭയുടെ സാക്ഷ്യ ജീവിതത്തിൻ്റെ ഒരു വലിയ കേന്ദ്രവും കൂടിയാണ്. സഭ സാക്ഷ്യമുള്ളതായി തീരുവാൻ തക്കവണ്ണം സ്വതന്ത്രമായി ഭാരതത്തിൽ പ്രവർത്തിക്കുവാൻ ഈ കാതോലിക്ക സിംഹാസനത്തിന് സാധിക്കട്ടെ. അതിന് കണ്ണ് തെളിവുള്ളവരായി, നല്ല വെളിച്ചമുള്ളവരായി, കർത്താവിനെ അനുധാവനം ചെയ്യുന്നവരായി നമുക്ക് യെരുശലേമിലേക്ക് കരയേറാം. അവിടെ ആ സ്വർഗീയ വിരുന്നിൽ പങ്കുചേരാം. മാവേലിക്കര ഭദ്രാസനത്തിലെ MGOCSത്തിൻ്റെ നോയമ്പ് വിചാരത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പ്രത്യേകമായ കാതോലിക്ക ദിന ആശംസകൾ നേരുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കും.